ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വ്ളോഗ് ഒരു ഞാവൽപ്പഴം പറക്കാനുള്ള ഒരു വ്ളോഗാട്ടോ. അതിനു മുന്നേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാവൽപ്പഴം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നൊസ്റ്റാൾജിക്കാണ് ഞാവൽപ്പഴം എന്ന് പറയുന്നത്. അത് കുറെ നാള് ഗൾഫിലായതുകൊണ്ട് നമുക്ക് ഈ സംഭവം ഒന്നും കിട്ടാറില്ല. അപ്പൊ നാട്ടിൽ വരുമ്പോ ഒന്നില്ലെങ്കിൽ സീസൺ കഴിഞ്ഞു പോകും. അപ്പൊ ഇന്നലെ മൂത്താപ്പാടവിടെ ഉഫിയുടെ മൂത്താപ്പാടവിടെ പോയപ്പോഴാണ് ഞാവൽപ്പഴം കണ്ടത്. അപ്പൊ ഞാവൽപ്പഴം ഒന്ന് തിന്നാന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അത് പറക്കാൻ വേണ്ടി പോവാട്ടോ. ഇന്നലെ നമ്മ കുറച്ച് തിന്ന്, പക്ഷെ അതങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അതെ, തൃപ്തിയായിട്ടില്ല. അപ്പൊ ഒന്നുകൂടി അടിപൊളിയായിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വെച്ചു. അതിമാലി ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിമാലി കുറുക്കൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞിരിക്കാം. ഒരു യുദ്ധം കഴിഞ്ഞിരിക്കട്ടെ അതിമാലിയുടെ. ഹലോ ഗൈസ്, നല്ല ജിമാലി ഗൈസ്. ഹായ്, ടാറ്റ കൊടുത്തേ. ടാറ്റാ ടാറ്റാ ടാറ്റാ. നമ്മ സിമുനെ കൊണ്ടുപോകണില്ല, വെയിലൊക്കെ ആയതുകൊണ്ട്. ഞങ്ങളൊക്കെ സ്കൂട്ടിയിൽ പോയിട്ട് വരാം. ഇവിടെ അടുത്താണ്, കുറച്ചുള്ളൂ. അപ്പൊ സിമോനെ ഇവിടെ ഉമ്മാടെ അടുത്ത് നിർത്തിയിട്ട് പറക്കിട്ട് വരാം. ഞാനിപ്പോഴും നിന്നെ ഭയങ്കര കൊതിയായിട്ടിരിക്കുക. പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് കാലത്ത് തന്നെ ഇറങ്ങും. വെക്കേഷൻ ആയാലും കുറെ പാടത്ത് കളിക്കാനും പിന്നെ മാങ്ങ എറിയാനും ഇതേപോലെ ഞാവൽപ്പഴം പറക്കാനും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാ കുട്ടികളും ഗെയിമിങ് അഡിക്റ്റ് ആയിട്ട് ഫോണിലാണ്. അതെ, സ്ക്രീൻ ടൈമും. പാടത്തൊക്കെ ഫുള്ള് ഫ്രീ ആയി കിടക്കാൻ പാടങ്ങളും. പക്ഷെ ഞങ്ങളുടെ ഒക്കെ ആ ഒരു പ്രായത്തില് കാലത്ത് പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് ഉമ്മയും പാപ്പൊക്കെ വിളിച്ചോണ്ട് വരണം പാടത്തുനിന്ന് പോരണമെങ്കിൽ. അത്രയും ഒരു എൻജോയ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല കേട്ടോ. എല്ലാരും ഈ ഫോണിലാണ്. അതിൻ്റെതായ കുഴപ്പങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഇപ്പോ. അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് സിമാലീനെ ഇവിടെ നിർത്തിയിട്ട് സിമാലീനെ ഒറ്റക്ക് നിർത്തിയിട്ട് പോവാട്ടോ. സിമാലി സെൽഫി വെച്ചിട്ടോ. ഹലോ ജിമാലി, കുറുക്ക് കുടിച്ചാ ജിമാലി? ജിമാലി കുറുക്കൊക്കെ കുടിച്ച് നല്ല കുട്ടിയായിരിക്കാണ് കേട്ടോ. ക്യാമറ കണ്ടാൽ ചാടി പിടിക്കും കുട്ടാപ്പൂ. അൽഹംദുലില്ലാഹ്. അതെ, അപ്പൊ നമുക്ക് ബൈക്കിന് പോവാം. കാറ് അവിടെ മുച്ചു നല്ല വൃത്തിയിൽ തുടച്ചിട്ടേക്കുണ്ട് കേട്ടോ. ഇവിടെ സ്കൂട്ടി ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഞാവൽപ്പഴം പറക്കാൻ മൂത്താപ്പാടെ വീടെത്തി. ഞാവൽപ്പഴം ഇങ്ങനെ വീണ് കിടക്കാട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഷീറ്റ് ഇങ്ങനെ ഇട്ടേക്കാണ്, അടിയിൽ വീണിങ്ങനെ ചതയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അധികം മണ്ണ് പറ്റാണ്ടൊക്കെ നമുക്ക് കിട്ടും. നല്ല വലിയ ഞാവൽപ്പഴമാണ്. ഒരു മഴയ്ക്ക് മുന്നുള്ള കാറ്റിലൊക്കെ അടിപൊളിയായിട്ട് ഞാവൽപ്പഴം ഇവിടെ വീഴും കേട്ടോ. അപ്പോൾ ഈ ഷീറ്റൊക്കെ വിരിച്ച കാരണം എല്ലാവർക്കും നല്ല ഫ്രഷൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പറക്കിയെടുക്കാൻ പറ്റും. നോക്കിയ ഒരു ഞാവൽപ്പഴത്തിന്റെ വലിപ്പം നോക്കൂട്ടോ. വണ്ട ഞാവൽപ്പഴാണ്, അടിപൊളി. നല്ല സന്തോഷമായി, കുറെ നാൾക്ക് ശേഷം കിട്ടണതാ. മാങ്ങമഴ. ഞാവൽപ്പഴം മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി മാങ്ങയുണ്ട്. അപ്പൊ അവിടെ മാങ്ങ കുലുക്കി ഫുള്ള് മാങ്ങമഴയാണ് ഇവിടെ. മാങ്ങ നിലത്ത് വീണെടുക്കുന്ന നോക്കിയേ. പണ്ട് വെക്കേഷനിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പോയി ഇതേപോലെ മാങ്ങ മരത്തിൽ പോയിട്ട് മാങ്ങ പൊട്ടിക്കില്ലേ, ആ ഒരു ഓർമ്മയാണ് വന്നത്. അടിപൊളി. ഞാനിപ്പം പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചുകൂടി വലുത് വേണം കവറ്, കുറേ വേണ്ടേ? കുറേ പേരോട് ചോദിച്ച് ആഗ്രഹിച്ച് നടന്നിരുന്ന ഞാവൽപ്പഴമാണ്. നോക്കി ഇവിടെ ഇഷ്ടം പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് പൊറുക്കാണ്. തലയിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഞാവൽപ്പഴം. ഞാൻ ഞാവൽപ്പഴം മരത്തുമ്മ കയറട്ടെ?
ചെറിയ കുറെ കിട്ടൂലേ? ഞാവൽപ്പഴം എത്തുമ്പോ ഇറങ്ങി ആലോചിക്കുക. ഒരുപാട് വർഷത്തിന് ശേഷം കേട്ടോ ഒരു ഞാവൽപ്പഴം കഴിക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോൾ ശരിക്കും ലീവ് കിട്ടാറില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു ടൈമിലേക്ക് ലീവായിട്ട് വന്നത്. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിട്ട് വന്നതാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഞാവൽപ്പഴം പറക്കാൻ പറ്റി. ഇതിലിട്ടോടാ, ഇതിലിട്ടോ. കഴുകിയാണ് പോ. ചെറുപ്പകാലത്തിലേക്ക് പോവാട്ടോ. പണ്ട് ഞാവൽപ്പഴത്തുമ്പോ കേറി, മരത്തുമ്പോ കേറി ഞാവൽപ്പഴം പൊട്ടിക്കാൻ. പക്ഷെ ഇപ്പത്തെ സ്കില്ല് ഇതൊന്നും ആരോഗ്യമൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുക. തന്തായി പോയി. അതിന് ഇതുമ്പോ കേറിട്ടുണ്ട ബാക്കി കാശ്. ശരിക്കും ആ വേനൽ അവധിക്കാലത്തേക്ക് പോയിട്ടോ ചെറുപ്പകാലത്തെ. പണ്ട് ഇതുപോലെ വേനൽ അവധിക്കാലത്ത് മാങ്ങ പറിക്കാനും ഇതേപോലെ ഞാവൽപ്പഴം പറിക്കാനും ഒക്കെ മരത്തുമ്പോ അങ്ങോട്ട് കേറും. ഞാനായിരുന്നു മെയിൻ മരത്തിൽ കയറുന്ന ആള്. പക്ഷെ ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കയറാൻ. അത് ഈ പ്രവാസികൾക്ക് മാത്രം കിട്ടുന്നൊരു പ്രശ്നാട്ടോ. ടോട്ടലി നമ്മൾ അൺഫിറ്റ് ആയി പോവും ഈ മരത്തുമൊക്കെ കയറാൻ വേണ്ടിട്ട്. കുളിക്കോ? ഉറുമ്പുണ്ടാവൂട്ടാ. വടി വേണോന്ന് അങ്ങോട്ട് നോക്കിയേ, ഓപ്പോസിറ്റ് നോക്കിയേ. കൊറേ വീണ്. ഇനി മതി. മതി മതി മതി. അവിടെ കുരിങ്ങി നിൽക്കുന്നുണ്ട്. പതുക്കെ. എക്സ്പീരിയൻസ് പറയാനുണ്ട്. സീനാണ് പണ്ടത്തെ പോലെ സ്റ്റാമിനില്ല. അയ്യോ, ഒന്ന് മേലെ കയറി ഇറങ്ങിയപ്പോഴത്തേനും വയ്യാണ്ടായി. അതെ, പ്രവാസികൾക്ക് കിട്ടുന്ന ഒരു സംഭവം കേട്ടത്. അത് പണ്ടത്തെ പോലെ മരത്തുമ്പോൾ കയറാനും ഓടാനും ചാടാനും പോയാന്ന് നമുക്ക് പറ്റൂല. ഭയങ്കര കഥപ്പായിരിക്കും. അല്ലാ, ഒരുപാട് കാലത്തിന് ശേഷം ഞാവൽ മരത്തുമ്മ കയറിയ ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു പോയി. അങ്ങനെ മരത്തുമ്മ കയറിയിട്ട് ഒരു കൊട്ട നിറച്ച് ഞാവൽപ്പഴം ഞങ്ങൾ കിട്ടിയിട്ടോ. അത് നല്ല വലിപ്പമുള്ള ഞാവൽപ്പഴമാണ് മൊത്തം. ഓനെ ഈ വെയിലത്ത് ഞാവൽപ്പഴം പറക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ആകെ തളർന്നു പോവും. അതെ, ഇവിടെ പിന്നെ മാങ്ങമരം ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് മേലെ കയറി വന്നപ്പോഴത്തേനും ഞാൻ പടായി. ഞാവൽപ്പഴം മാത്രമല്ല, മാങ്ങയുണ്ട്, നല്ല അടിപൊളി മാങ്ങ. ഒരു പൈനാപ്പിൾ പോലത്തെ ഒരു ചെടി നോക്കി, കറക്റ്റ് പൈനാപ്പിൾ ഷേപ്പ്, പക്ഷെ അതൊരു ചെടിയാണ്. ഏണ്ട് ഞാവൽപ്പഴം, സൂപ്പർ ഞാവൽപ്പഴം, നല്ല വലിയ പീസുകൾ. വലിയ ഞാവൽപ്പഴം കേട്ടോ. അങ്ങനെ പഴയ കാലത്തെ അവധിക്കാലത്തിലേക്ക് പോയേക്കാട്ടോ. മാങ്ങയും ഞാവൽപ്പഴമൊക്കെ പറിച്ചോണ്ട് അങ്ങനെ പഴയ കാലത്തേക്ക് പോയില്ലേ അമ്മേ? പണ്ട് പള്ളിയുടെ അവിടെ മുത്തൂന്റെ അവിടെ പോയിട്ട് പള്ളിയുടെ അവിടെ പോയിട്ട് പറക്കും. അതെ, പറക്കും ഇങ്ങനെ പറക്കിയെടുക്കും. ഇപ്പൊ നമുക്ക് ഇത് ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ഞാവൽപ്പഴം പറിച്ചു. ഇനി കയ്യിലായി. അതെ, നിമ്മ പറിക്കാൻ നോക്കണുണ്ട് ഞാവൽപ്പഴം. അപ്പൊ മാങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇനി വെയിലത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിട്ട് മണ്ണൊക്കെ ഉണ്ട് ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് ഒക്കെ ചൂടത്ത് ഒരു രക്ഷയില്ല. അയ്യോ, ഇടങ്ങേറായി. അപ്പൊ ഞാൻ സെറ്റ് ആകണല്ലേ ജോലിയെ? അല്ലേ ജോലി സെറ്റ് ആക്കണ്ടേ? കൈയിട്ട് വരാന്ന് പറ.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കഴുകാണ് കേട്ടോ ഞാവൽപ്പഴം. ഇഷ്ടംപോലെ ഞാവൽപ്പഴം ഉണ്ട്. വെള്ളം മൊത്തം പോയാ പിടിച്ച് വെയിലത്ത് വെച്ചിട്ട് കഴിക്കുമ്പോ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മളൊന്നത്തെ പരിപാടി നല്ലൊരു ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയിലെടുത്ത് കഴിക്കില്ലേ, നല്ല ടേസ്റ്റുള്ള ഞാവൽപ്പഴം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണക്കി കഴിച്ചിട്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഞാവൽപ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കൂട്ടോ. അങ്ങനെ ഞാവൽപ്പഴമൊക്കെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് കൊണ്ടുവെക്കാൻ പോട്ടോ. ആ ഉപ്പും ആ വെയിലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഭയങ്കര രസം തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ കഴിക്കണേക്കാൾ ഈ ഉപ്പും ഈ വെയിലത്ത് കൊണ്ടൊന്ന് വെച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഞാവൽപ്പഴത്തിന്. വരുമ്പോ ആണ് ശരിക്കും സെറ്റായി വരാം അല്ലേ. മതി മതി. അപ്പൊ ഞാൻ വെയിലത്തുനിന്നൊക്കെ എടുത്ത്, നല്ലൊരു മഴ വരുന്നുണ്ടായിരുന്നു, അപ്പൊ വേഗം എടുത്ത് വെയിലത്തുനിന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര നാളായതറിയോ ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ കൊതിക്കും ഇങ്ങനത്തെ ഓരോരുത്തർ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ ഈ സാധനം തിന്നാൻ വേണ്ടിട്ട്. ഇഷ്ടം പോലെ തീർക്കാൻ വേണ്ടിട്ട്, തിന്ന് മടുക്കാൻ വേണ്ടിട്ട് പറക്കിയിട്ടുള്ളത്. നാളെ പറക്കോ? നാളെ പോയി പറക്കും, പോണ വരെ പറക്കും. ഇത്രയും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് തിരക്കിലായി പോയി. ഇന്ന് വയറൊക്കെ ഫുള്ളായി നമ്മുടെ ഞാവൽപ്പഴം കഴിച്ചിട്ട്. പിന്നെ ഈ കുഞ്ഞിതിമാലിയുടെ വാശിയും കാര്യങ്ങളും, കുറുക്ക് കൊടുക്കലും പഴം കൊടുക്കലും, പിന്നെ എന്നിട്ടാ പപ്പായ ഒന്നും കഴിച്ചില്ല, ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് ഒച്ചകളുണ്ടാക്കി. ഇപ്പൊ എന്റെ മൈക്കാണ് ലക്ഷ്യം, മൈക്ക് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോ ഇന്ന് ശരിക്കും നമ്മൾ ആ പഴയ കാലത്തിലോട്ട് പോയില്ലേ. മാങ്ങ വറുക്കാനും മറ്റേ എന്താ പറയാ ഞാവൽപ്പഴവും മരത്തുമൊക്കെ കേറി ഭയങ്കര സീനായി. അങ്ങനെ അപ്പൊ അതൊരു പ്രത്യേക ഒരു മെമ്മറബിൾ ആയിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഒരു പ്രവാസിയായ എനിക്ക്. കാരണം നമുക്ക് നാട്ടിൽ വന്നാൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടൂല. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത നെക്സ്റ്റ് കാണാം അല്ലേ. ടിൽ ദെൻ ബൈ ബൈ പറഞ്ഞേ. ബൈ 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 ബൈ.